നമഃ. നമ്മുടെ ഇന്നത്തെ തിരുവാതിര ക്ലാസ് കാണാൻ നമുക്ക്. ഇന്നും ഞാൻ നല്ല 2 സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. അത് വളരെ ഈസി സ്റ്റെപ്സ് ആണ്, പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. ഒന്നിങ്ങനെ ഇടവിട്ട് പോകുന്നതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഒരാളെ വിട്ടിട്ട് മൂന്നാമത്തെ ആളുടെ അടുത്താണ് പോകുന്നത്. സാധാരണ നമ്മൾ അപ്പുറത്തൊക്കെ രണ്ടാമത്തെ ആളുടെ അടുത്തല്ലേ പോകുന്നത്. ഇത് ഒരാളെ വിട്ടിട്ട് മൂന്നാമത്തെ ആളുടെ അടുത്ത് പോകുന്നതാണ്. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും നോക്കൂ, അത്രയല്ല. പക്ഷെ സ്റ്റെപ്പ് ഒന്നുമില്ല, വെറുതെ നടന്നു പോകുകയാണ്. അതിന് പെട്ടെന്ന് പഠിക്കാനും പറ്റും. രണ്ടാമത്തെ സ്റ്റെപ്പും അതുപോലെ തന്നെയാണ്, നല്ല സ്റ്റെപ്പാണ്. എല്ലാവരും കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കണ്ടിട്ട് പറയണം. നോക്കൂ, നമുക്ക് ഇന്ന് പുതിയ സ്റ്റെപ്പ് പഠിക്കാം. ഈ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്ത സ്റ്റെപ്പൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ് നമുക്ക് ഈ പഠിച്ച സ്റ്റെപ്സ് വെച്ച് നമുക്കൊരു നല്ലൊരു തിരുവാതിര ചെയ്യണം. അപ്പൊ എല്ലാവരും വരുന്നതാണ് എൻ്റെ വിചാരം. എല്ലാവരും വരട്ടെ. അപ്പൊ നമുക്ക് നല്ല മഴയൊക്കെ ഇറങ്ങുന്ന ആളുകൾ വരാത്തത് അല്ലേ? സാറല്ല, നമുക്ക് പുതിയ സ്റ്റെപ്പ് പഠിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. എപ്പോഴും പറയുന്ന പോലെ നോക്കിക്കൊള്ളുന്നത്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പൊ ഞാൻ ഇവിടുന്ന് എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളെ വിട്ടിട്ട് അടുത്ത ആളെടുത്താണ് പോകേണ്ടത്. നിങ്ങൾ ഇവിടെ തന്നെ നിന്നോളൂ, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. കുറച്ചും കൂടി കയറി നിന്നു, എന്നാലും ഞാൻ ചെയ്യുമ്പോൾ മനസ്സിലാവുള്ളൂ. റെഡി? നോക്കിക്കോളൂ. ഇതാ 1 2 3 4. കണ്ടോ, ഇവിടെ എത്തണം. അവിടെ നിൽക്കുന്ന ആളെ വിട്ടിട്ടാണ് വരുന്നത്. അപ്പൊ 5 6 7 8 ഇവിടെ വരും. വീണ്ടും ഇവിടുന്ന് 1 2 3 4 5 6 7 8. അപ്പൊ നമ്മൾ മനസ്സിലായ സ്റ്റെപ്പ് മാത്രം നമ്മൾ ചവിട്ടുന്നു. പിന്നെ നമുക്ക് കൈ ചെയ്യാം. വളരെ ഈസിയാണ് സ്റ്റെപ്പ്. നമുക്ക് നോക്കാം. മനസ്സിലായോ? സംശയമൊന്നുമില്ലല്ലോ. പ്രത്യേകിച്ച് സംശയത്തിന്റെ ആവശ്യമില്ല. വലിയ സ്റ്റെപ്പ് ചെയ്ത ആളുകളല്ലേ. ഓക്കെ, നമുക്ക് ചെയ്യാം. റെഡി? വന്നോളൂ, ചെയ്തോളൂ. ശരി. 1 2 3 4. കണ്ടോ, നമ്മൾ തിരിച്ചെങ്ങനെ പോകും? ഇപ്പൊ നമ്മളിവിടെ എത്തി. നമുക്കിനി തിരിച്ചു പോവാം. 1 2 3 4. അപ്പൊ നമ്മൾ നമ്മുടെ സ്ഥലത്ത് തന്നെ എത്തും. അപ്പൊ നമ്മൾ 4 പേരേ ഉള്ളൂ, അതുകൊണ്ടാണ് സംശയം വരുന്നത്. ഇനി ആ 4 നമ്മൾ വന്ന് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് ഇതാണ്. 1 2 1 2. ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന സ്റ്റെപ്പാണ് അല്ലേ? 1 2 1 2. ഇതാണ് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് ചെയ്ത് നോക്കൂ. 1 2 1 2. ഇങ്ങനെ തിരിയണം. 1 2. ഇനി ഇങ്ങോട്ട് തിരിയണം. 1 2. ഇതാണ് സ്റ്റെപ്പ്. മനസ്സിലായോ? സംശയമില്ലല്ലോ. ഇപ്പൊ നമുക്കൊന്നുകൂടെ നടന്നു വന്നിട്ട് ഈ സ്റ്റെപ്പ് ഒന്ന് ചെയ്ത് നോക്കാം. റെഡിയാണല്ലോ? ശരി. 1 2 3 4. നമ്മൾ നേരെ നോക്കിയിട്ടാണ്, നിങ്ങൾ നമ്മൾ നോക്കിയിട്ടാണ്. 1 2 3 4. മനസ്സിലായോ? ഇനി ഇത് തന്നെ നമ്മൾ തിരിച്ചു പോകണം. അപ്പൊ എങ്ങനെ പോകും? 1 2 3 4. നിങ്ങൾ തമ്മിൽ നോക്കണം. 5 6 7 8. സംശയം ഉണ്ടോ? ഇല്ല. തിരിച്ചോ? ഇല്ല. ഇല്ലല്ലോ. അടുത്ത സ്റ്റെപ്പിന് വേണ്ടി ഇങ്ങോട്ട് വെച്ച് അത് കുഴപ്പമില്ല. അപ്പൊ ഒന്ന് ചെയ്തോ. റെഡി? 1 2 3 4 5 6 7 8. തിരിച്ചു പോണം. അതുപോലെ 1 2 3 4 5 6 7 8. വളരെ ഈസി സ്റ്റെപ്പാണ്. പക്ഷെ എല്ലാവരും കൂടി നിൽക്കുമ്പോൾ അതിന് ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമുക്കിനി കൈ എടുക്കാം. അതിന് കൈ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതാണ് കൈ. നോക്കാം അല്ലേ? കൈ ഞാൻ വഴി ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതുപോലെ നടന്നു വരികയാണ്. 1 2 3 4. അപ്പൊ അവിടെ എത്തിയാണ്. അപ്പൊ കൈ 5 6 7 8. 5 6 7 8. അതാണ് സ്റ്റെപ്പ്. തിരിച്ചതുപോലെ തന്നെ 1 2 3 4 5 6 7 8. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. സംശയമൊന്നുമില്ലല്ലോ. ചെയ്തു നോക്കാം അല്ലേ? ശരി. 1 2 3 4 5 6 7 8. ഒന്നുകൂടെ നോക്കാം. ഇതിന്റെ കൈ എടുക്കാം. ശരി, ഒപ്പോഴും
1 2 3 4 5 6 7 8 തിരിച്ചു പോട്ടെ 1 2 3 4 5 6 7 8 മനസ്സിലായോ? സംശയമില്ലല്ലോ? നന്നായിട്ട് മനസ്സിലായില്ലേ? ശരി, നമുക്കിനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. സ്റ്റെപ്പാണ്. അതായത് നമ്മൾ ഈ ഓരോ സൈഡിൽ നിൽക്കുന്ന അനുസരിച്ച് ഞാൻ ഈ സൈഡിൽ നിൽക്കുന്നവരും വലതുകാലാതിരിക്കും, ആ സൈഡിൽ നിൽക്കുന്നവർ ഇടതുകാലാതിരിക്കും. മനസ്സിലായി? അപ്പൊ 1 2 ഇനി തിരിഞ്ഞു 3 4. അപ്പൊ നമ്മൾ രണ്ട് കാലിങ്ങനെ തന്നെ നിൽക്കുകയാണ്. തിരിച്ച് 1 2 വീണ്ടും 3 4. പുറകോട്ട് തിരിഞ്ഞാണ് നമ്മൾ ചവിട്ടേണ്ടത്. മനസ്സിലായില്ലെങ്കിൽ ആദ്യം വലതുകാൽ വയ്ക്കുന്നവര് 1 2 തിരിഞ്ഞു പോകണം. ഇങ്ങോട്ടാണ് 3 4. അതായത് നമ്മൾ വലതുകാലം ചവിട്ടുമ്പോൾ നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞ് മുകളിൽ തിരിയണം. തിരിച്ച് നമ്മൾ ഏത് കാര്യം വയ്ക്കും? ഇടതുകാല് 1 2 വീണ്ടും നമ്മൾ 3 4 വലത്തോട്ടാണ്. മനസ്സിലായ? ചെയ്തു നോക്കാം അല്ലേ? സംശയമൊന്നുമില്ല. ശരിയാക്കി എടുക്കാം. ഓക്കെ, 1 2 2 ചവിട്ടിക്ക 1 2 അല്ല 2 അവിടെ തന്നെയാണ്. അങ്ങനെയല്ലേ? അതാണ് ഒന്ന് ചെയ്യാം. 1 2 3 4 ഒന്ന് കുറച്ചേക്കാം. 1 2 പറഞ്ഞാൽ മനസ്സിലാവില്ല. 4 ഞാൻ മനസ്സിലായല്ലോ. 1 2 ശരിയാണ്. 3 4 ഇങ്ങോട്ടാണ് തിരിയേണ്ടത്. ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങോട്ട് വെക്കാം. ഒന്ന് കുറച്ച് അവിടെ 1 2 അങ്ങോട്ട് 3 4 കറക്റ്റാണ്. ഇനി അടുത്ത കാര്യം 1 2 തിരിച്ചു കൊള്ളാം. 3 4 മനസ്സിലായോ? കറക്റ്റാണല്ലോ. മനസ്സിലായോ? ശരി, ഇനി നമുക്ക് ഇതിന്റെ കൈ പറഞ്ഞുതരാം. അത് വളരെ സിമ്പിളാണ്. നമ്മൾ തമ്മിൽ കൈ ഇങ്ങനെ പിടിച്ചു 1 2 ഇവിടെ തിരിച്ച് 3 4 മനസ്സിലായോ? അപ്പൊ 1 2 രണ്ട് കൈ ഇങ്ങനെ ഇടാം. 3 4 അങ്ങനെയും ചെയ്യാം. രണ്ടും ചെയ്യാം. നമുക്ക് രണ്ടും ശരി തന്നെയാണ്. നോക്കാലോ? മനസ്സിലായ? സംശയം ഉണ്ടോ? ശരി, നമുക്ക് ചെയ്യാം. ഓക്കെ, 1 2 3 4 ഇനി തിരിച്ച് വീണ്ടും ഇവിടെ നമുക്ക് 1 2 3 4 ഫുൾ കറക്റ്റ് കറങ്ങാൻ പാടില്ല. പകുതി കറങ്ങാൻ പാടുള്ളൂ. പകുതി കറങ്ങി അങ്ങോട്ട് ഇരുന്ന് കറക്റ്റ് ആയിരുന്നു. 1 2 1 2 3 4 ഇങ്ങോട്ട് വരണേ. സാരമില്ല, നമ്മൾ പഠിക്കാൻ തുടങ്ങിയല്ലേ ഉള്ളൂ. ചെറിയ മിസ്റ്റേക്കൊക്കെ വരും. 1 2 3 4 1 2 3 4 മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇങ്ങനെ വെറുതെ ചുറ്റാം, ഇങ്ങനെ ചുറ്റാം. രണ്ട് തരത്തിലും ചെയ്യാം. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്തു അല്ലേ? 1 2 3 ഇങ്ങനെ വന്നു 4. ഇത് തന്നെ നമുക്ക് ഇനി മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇങ്ങനെ കൈ കൊണ്ടല്ലേ നിങ്ങള്? അല്ല, അങ്ങനെയല്ലേ? ഇല്ല, ഇങ്ങനെ അങ്ങനെ. അപ്പൊ നമ്മൾ അങ്ങനെ വരാതെ നമുക്ക് വെറുതെ കൈയിട്ട് ചെയ്യാം. അതൊക്കെ ചെയ്യും. 1 2 3 3 4 താഴ്ത്തിട്ട് നോക്കാം. 1 2 3 4 കണ്ട? മനസ്സിലായോ? ഒരു പ്രാവശ്യം 1 2 3 4 ശരി ശരി. 1 2 3 4 സംശയം ഉണ്ടോ? ഇല്ലല്ലോ. നന്നായിട്ട് മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക്
അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തത്. അപ്പൊ നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്ന് ഇത്ര മതി അല്ലേ? ഇല്ല ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ശരി, എനിക്കുള്ള സംശയം അതല്ലേ? ഓക്കെ ഓക്കെ. 1 2 3 4 1 2 ഓക്കെ 2 3 4 മനസ്സിലായോ? തെറ്റിച്ചോ? ശരി ശരി. അപ്പൊ കുഴപ്പമില്ല. ശരി, നന്നായിട്ട് മനസ്സിലായോ? അത് മതി. ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഡ്രസ് കണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല സ്റ്റെപ്സാണ്. നമുക്ക് ഓണമൊക്കെ അടുത്ത് വരികയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഓണക്കളിയായിട്ട് ചെയ്യാം. തിരുവാതിരക്കളി ആണെങ്കിലും ഇത് നമുക്ക് ഓണക്കളിയായിട്ട് ചെയ്യാം. ഞാൻ അടുത്ത പ്രാവശ്യം ഓണക്കളി സ്റ്റെപ്സ് പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഇത് കുറച്ച് വ്യത്യാസം വരും. ഓണക്കളി വേറെ, തിരുവാതിരക്കളി, അതായത് കൈകുട്ടിക്കളിയും തിരുവാതിരക്കളി രണ്ടും രണ്ടാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നമുക്കതും പഠിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ക്ലാസ്. എല്ലാവരും കമൻ്റൊക്കെ ഇടണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നന്ദി, നമസ്കാരം.